ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ ഡി മണിയുടെ മൊഴി SIT രേഖപ്പെടുത്തി. ഇയാളുടെ യഥാർത്ഥ പേര് മറ്റൊന്നാണെന്നും SIT. കൂടുതൽ വിവരങ്ങൾ അനന്തകൃഷ്ണൻ നൽകും. അനന്തൻ, ആദ്യഘട്ടത്തിൽ ഈ ഡി മണി എന്നൊരാൾ ഉണ്ടെങ്കിൽ ഇത് ആരാണ് എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ എന്തായാലും ആളെ കണ്ടെത്തി SIT മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്? രമേശ് ചെന്നിത്തല ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തായ വിദേശ വ്യവസായിയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു ഡി മണി എന്ന ആളുടെ പേരാണ് അന്വേഷണ സംഘത്തിന് നൽകിയത്. അയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നായിരുന്നു അവർ നൽകിയ വിവരം. അങ്ങനെ ഒരാൾ ഉണ്ടോ എന്നുള്ള കാര്യമാണ് SIT അന്വേഷിച്ചത്. ചെന്നൈയിൽ അതിനുവേണ്ടി പ്രത്യേക ഒരു സ്ക്വാഡിനെ SIT നിയോഗിച്ചിരുന്നു. അവിടം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഡി മണി എന്ന ചെന്നിത്തലയും വ്യവസായിയും സൂചന നൽകിയ വ്യക്തിയെ കണ്ടെത്തിയത്. ഈ വ്യക്തിയെ SITയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ചോദ്യം ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പക്ഷേ ഈ ഡി മണി എന്ന പേര് വിളിപ്പേരാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പേരാണ്, യഥാർത്ഥ പേര് മറ്റൊന്നാണ് എന്നാണ് വ്യക്തമാകുന്നത്. ആ പേര് പുറത്ത് വരാതിരിക്കാനാണ് ഈ ഡി മണി എന്ന പേര് ഉപയോഗിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ആൾക്ക് ഈ സ്വർണ്ണക്കടത്തുമായി അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മൊഴിയെടുത്തു എന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വ്യക്തി ഇപ്പോഴും അജ്ഞാതനാണ്. ആരാണ്, എന്താണ് അയാളുടെ പശ്ചാത്തലം എന്നൊന്നും ഇതുവരെ വ്യക്തതയില്ല. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടെങ്കിൽ അയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ അങ്ങനെ കസ്റ്റഡിയിൽ എടുത്തായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. ചോദ്യം ചെയ്തു എന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. അതിൽ SIT മൊഴി രേഖപ്പെടുത്തിയത് എങ്ങനെയാണ്? നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നോ അതോ ഫോൺ വഴി ബന്ധപ്പെടുകയോ മറ്റോ ആയിരുന്നോ? ചെന്നൈയിൽ ഈ രമേശ് ചെന്നിത്തല നൽകിയ വിവരത്തെ തുടർന്ന് പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചിരുന്നു. ഈ ഡി മണി എന്നയാൾ ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതെന്നൊക്കെയുള്ള വിവരം അവർ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സ്ക്വാഡ് ചെന്നൈ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ചു ദിവസമായി അന്വേഷണം നടത്തുകയായിരുന്നു. ആ സ്ക്വാഡാണ് ഇവർ നൽകിയ സൂചന അനുസരിച്ചുള്ള വ്യക്തിയെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അയാളുടെ യഥാർത്ഥ പേര് ഡി മണി അല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഡി മണി എന്ന ആൾക്ക് വിഗ്രഹ കച്ചവടത്തിൽ ഇടപാടുണ്ട് എന്നുള്ള വിവരമാണ് അവർ നൽകിയത്. അപ്പോൾ അതിന് സാക്ഷിയായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ അത് ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളാണോ ഈ വിറ്റതെന്നൊന്നും ഈ മൊഴി കൊടുത്തവർക്ക് അറിയില്ല. ഏതായാലും SIT ഇപ്പോൾ പരിശോധിക്കുന്നത് ഇവർ നൽകിയ വിവരം അനുസരിച്ചുള്ള വ്യക്തിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ മൊഴിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ ഉറപ്പായിട്ടും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും.